ഹായ് ഹലോ നമസ്കാരം. ഇപ്പോഴും നമ്മൾ ഹേമ കമ്മിറ്റി തന്നെയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ രഞ്ജിത്തിനെതിരെ ഞാൻ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. രഞ്ജിത്തിനെതിരെ ഒരു ഏരിയ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു പുരുഷനാണ് വന്നത്, ഈ പറയുമാതിരി ലൈംഗികമായ ചൂഷണങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത്. ഇതിവിടെ അതല്ല മെയിനായിട്ടും വേറൊരു വിഷയം നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത്. ഇവിടെ രാത്രിയിൽ രഞ്ജിത്തും ഈ ഈ പറയുന്ന WCCയുടെ അംഗമായ ഭാരവാഹികളിൽ ഒരാളായ രേവതിയും തമ്മിൽ രാത്രിയിൽ സംസാരിക്കുന്നതായിട്ടൊക്കെ ഇദ്ദേഹം അയച്ചു കൊടുക്കുന്നതായിട്ടൊക്കെ പറയുന്നു. ഇത് രേവതി വ്യക്തമാക്കിയിട്ടതാണ്. അല്ലെങ്കിൽ തന്നെ ഈ മറ്റൊരാളുടെ നഗ്നമായ ഫോട്ടോയൊക്കെ എടുത്ത് രേവതിക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി എന്ത് ബന്ധമാണ് രേവതിയും രഞ്ജിത്തും തമ്മിലുള്ള എന്നുള്ളത് ഒരു സംശയം ഇത് തന്നെ. ഈ വേലി തന്നെ വിളവ് തിന്നുക എന്ന് പറയുന്നൊരു അപക്വമായ ഒരു രീതിയാണ് ഇവിടെ റീമ കല്ലിങ്ങലിൻ്റെ ആഷിഖ് കപൂറിൻ്റെ കാര്യത്തിലും ഇതേ നിലപാട് തന്നെയാണ് സർക്കാരും ബാക്കിയുള്ളവരും അല്ലെങ്കിൽ മീഡിയകളും ഒക്കെ എടുക്കുന്നത്. ഇത് നാറിയ പ്രവൃത്തിയല്ലേ. നമുക്ക് ആദ്യം ആ ഇരയുടെ വാക്കുകളിലേക്ക് പോവാം. ഓക്കെ, നിങ്ങളുടെ ചിത്രങ്ങളൊക്കെ എടുത്ത് ആർക്കൊക്കെ അയച്ചു കൊടുത്തു എന്നൊക്കെ നിങ്ങൾ ആ പരാതി പറയുന്നുണ്ടല്ലോ. അതെ, അത് എന്നെ ആക്ച്വലി രഞ്ജിത്ത് ഈ ഒരു റൂമിലുള്ള സമയത്ത് എന്നോട് ഡ്രസ്സ് ന്യൂഡായിട്ട് നിൽക്കാൻ പറഞ്ഞ സമയത്ത് രഞ്ജിത്ത് ഒരു നടിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നടിയുടെ പേര് ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്, മാതൃഭൂമി ന്യൂസിൽ ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ പേര് രേവതിയാണ്. നടി രേവതിയായിരുന്നു. അവരുടെ പേര് രേവതിയാണെന്നാണ് എന്നോട് പറഞ്ഞത്. സോ രേവതിയായിട്ട് രഞ്ജിത്തിന് ബന്ധമുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല. ഇല്ല, അവരെൻ്റെ ഫോട്ടോസ് എടുത്തിട്ട് ഇങ്ങനെ അയക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ആർക്കാണ് അയക്കുന്നത്. അപ്പോൾ പറഞ്ഞു രേവതിക്കാണെന്ന് പറഞ്ഞു. രേവതി ഉണ്ട്, അവർ നിന്നെ കണ്ടിട്ട് ഇഷ്ടമായി എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. ബാംഗ്ലൂരിലെ റൂമിൽ വെച്ചിട്ടാണ് ഈ സമയത്ത്. ഇതിനകത്ത് WCCക്ക് ഒന്നും പറയാറില്ലേ? ഈ സ്ത്രീക്കെതിരെ ഒരു നടപടി എടുക്കാൻ വേണ്ടി, ഇത് ആരോപണമാണ്. ഇവർക്കെതിരെ ഒരു നടപടി എടുക്കാൻ വേണ്ടി ഒരു ഇതുമില്ല. പോട്ടെ, ആഷിഖ് കപൂർ ഒരു സ്ത്രീ പരസ്യമായിട്ട് വന്ന് പറയുന്നു ആഷിഖ് കപൂർ പീഡിപ്പിച്ചു എന്ന്. ഇപ്പോഴും റീമ കല്ലിങ്കൽ അവരുടെ ഭാരവാഹിയാണ്. അപ്പോൾ ഇത്തരം നാരീയ പ്രവൃത്തികൾ ഒരു വശത്തുനിന്ന് മാത്രം ഉണ്ടാകുന്നെടുത്ത് അത് ന്യായീകരിച്ച് അത് മാത്രം മറ്റ് മീഡിയകളൊന്നും സംസാരിക്കാതിരിക്കുന്ന അപക്വമായ ഒരു രീതിയാണ്. ഇപ്പോൾ ഈ പറയുന്നവർ മട്ടാഞ്ചേരി മാഫിയയൊക്കെ കുത്തിക്കയറ്റണമെങ്കിൽ അമ്മ എന്ന് പറയുന്ന സംഘടനയിലേക്ക് മട്ടാഞ്ചേരി മാഫിയയുടെ ഒരു ഇത് നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ നടക്കുന്ന ഒരു രീതി വെച്ച് മട്ടാഞ്ചേരി മാഫിയൊക്കെ വരാൻ നേരത്ത് എന്തോ വലിയ വ്യത്യാസം. ഇപ്പം പൃഥ്വിരാജിൻ്റെ നേതൃത്വത്തിലുള്ള മട്ടാഞ്ചേരി മാഫിയൊക്കെ അമ്മയിൽ കടന്നുകൂടാൻ നേരത്ത് എന്തോ മാറ്റങ്ങൾ വരുമെന്ന്. ഇതിലും ക്രൂരമായിരിക്കും. വരാൻ പോകുന്നവരാണ് ലാല്, ജിൻപോള്, ആഷിഖ് കപൂർ, ഇങ്ങനെയുള്ള ടീമുകളല്ലേ വരാൻ പോകുന്നത്. ഇതിലും വലിയ ഇതായിട്ടുമായിരിക്കും. പിന്നെ രേവതിയെ പറ്റി പറയുന്നത് നമുക്ക് വിശ്വസിക്കാവുന്ന സോഴ്സുകളിൽ നിന്നൊക്കെ അറിയുന്നത് ഉള്ളത് തന്നെ ആണെന്ന്. രഞ്ജിത്തും രേവതിയും തമ്മിലുള്ളൊരു ബന്ധം ഉണ്ടെന്നുള്ള കാര്യമാണ്. പക്ഷേ നമുക്കത് തുറന്നങ്ങനെ സമ്മതിക്കാൻ ഒക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എവിഡൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. പക്ഷേ എന്നിരുന്നാൽ തന്നെയും കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ പറയുമാതിരി ഇവരുടെ ഈ പോൺ സൈറ്റുകളിലും മറ്റുമൊക്കെ ഇവരുടെ വീഡിയോയും മറ്റുമൊക്കെ വരെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് ഈ ഇത്തരത്തിലുള്ള ബന്ധങ്ങളുണ്ടെന്നുള്ള രീതിയിൽ ഇവരത് നിഷേധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ എനിക്ക് നമ്മുടെ ഇതിനകത്തൊരു ഫോട്ടോ ഞാൻ വെക്കാം. ഒരാളെനിക്ക് ഇന്ന് അയച്ചു തന്നെയാണ്. അപ്പോൾ ഇതേ കണക്ക് ഫോൺ വീഡിയോയിലും മറ്റുമൊക്കെ ഇവരുടെ ഫോട്ടോയും ബാക്കി കാര്യങ്ങളും ഒക്കെ വന്നു എന്നാണ് പറയുന്നത്. അപ്പം ഫോട്ടോ അല്ല, വീഡിയോയും മറ്റുമൊക്കെ വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സ്ത്രീ ഇതിനകത്ത് പങ്കാളിയായിട്ടുണ്ടെന്ന് പറയുന്നത്, അതായത് സംശയാതീതമായി നിൽക്കുന്ന ഒരാളൊന്നും അല്ലല്ലോ. സംശയത്തിൻ്റെ നെല്ലിൽ നിൽക്കുന്ന വേറൊരു സ്ത്രീയാണ് ഇവരൊക്കെ WCCയുടെ തലപ്പത്തിരുന്നിട്ടാണ് ഈ നാട് നന്നാക്കാൻ പോകുന്നതെന്ന് എനിക്ക് വലിയൊരു സംശയമുണ്ട്. അപ്പം ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പം അതും മാന്യമായ രീതിയിൽ മാത്രം. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.